Dears, welcome back to RKNX. So +2 ക്രിസ്മസ് എക്സാം എന്ന് നടക്കും എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഫസ്റ്റ് ടേമിന്റെ ടോപ്പിക് സെക്കൻഡ് ടേമിൽ ഉണ്ടാവുമോ എന്നുള്ള ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വെയിറ്റേജും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേമിലെ പോർഷൻസ് എന്തായാലും +2കാർക്ക് ഉണ്ടാവും. ഒരു 15% 20% പോർഷൻസേ ഉണ്ടാവും. യെസ്, അപ്പൊ നമുക്ക് നോക്കാം എന്നാണ് ക്രിസ്മസ് എക്സാം നടക്കുക. അപ്പൊ മക്കളെ, നമ്മുടെ ഈ വർഷത്തെ 2025-26 വിദ്യാഭ്യാസ കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതനുസരിച്ച് 8-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് +2 ക്രിസ്മസ് എക്സാം. +1ഉം +2ഉം രണ്ടുപേരുടെയും ക്രിസ്മസ് എക്സാം നടക്കാൻ പോകുന്നത്. അത് ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഡേറ്റ് തന്നെ ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. വലിയൊരു മാറ്റവും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതനുസരിച്ച് പഠിച്ചോളാം. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളെ എക്സാമിന്റെ കാര്യങ്ങളും നിങ്ങളെ എക്സാം പാറ്റേണിന്റെ കാര്യവും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ? അതേപോലെ മക്കളെ, കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ ഡേറ്റിൽ തന്നെയാണ് ക്രിസ്മസ് എക്സാം നടന്നത്. അതിന്റെ ടൈം ടേബിൾ നമുക്ക് നോക്കാം. എത്ര ബിസി സ്കെഡ്യൂൾ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. കാരണം കഴിഞ്ഞ തവണ എക്സാമിന് ഒരു 10-12 ദിവസം മുൻപ് മാത്രം ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തത്. സോ ടൈം ടേബിൾ വന്നിട്ട് പഠിക്കാൻ ഒരിക്കലും ഇരിക്കരുത്. അതിലെ ലാസ്റ്റ് മൊമെന്റ് ടൈം ടേബിൾ പിള്ളേർ ടൈം ടേബിൾ ഇന്ന് വരും നാളെ വരും, അത് പഴയ ടോപ്പിക് ഉണ്ടാവില്ല, അങ്ങനെ ഏതൊക്കെ ചാപ്റ്റർ ആണ്, ഇങ്ങനെ ഉള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരുന്നു പിള്ളേർക്ക്. അതൊക്കെ ഒഴിവാക്കി കൊണ്ടുവേണം പഠിക്കാൻ. ഇപ്പോഴേ പ്രിപ്പയർഡ് ആയിക്കോളുക. ഇല്ലെങ്കിൽ അതുമല്ല, നിങ്ങൾക്ക് ഡിസംബറോടുകൂടി നിങ്ങളുടെ ടോപ്പിക് പഠിക്കാനുള്ള സമയം കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കി പഠിക്കുക അല്ലേ? അതായത് ഒരു 90% എനിക്കൊരു കെമിസ്ട്രി സംബന്ധിച്ച് ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും എക്സാമിനുണ്ടാവും. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ഡിസംബർ 9-നാണ് കഴിഞ്ഞ വർഷം ആദ്യ എക്സാം നടന്നത്. ഫിസിക്സ് ആയിരുന്നു. തൊട്ടടുത്ത ദിവസം കമ്പ്യൂട്ടർ സയൻസ്, അതിന്റെ അടുത്ത ദിവസം മാത്സ്, 12-ാം തീയതി 9, 10, 11, 12. ഇതിനിടയിൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് വരും. എല്ലാ മെയിൻ സബ്ജക്റ്റും കിടക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് കിടക്കുക അല്ലേ? പിന്നെ ഒരു റിലാക്സേഷൻ വന്നത് ബയോളജിക്ക് മാത്രമാണ്. 12-ന് ശേഷം 16-നാണ് ബയോളജിയുടെ എക്സാം നടന്നത്. അതിനുശേഷം ലാംഗ്വേജുകൾ മാത്രമാണ് നടന്നത്. അതായത് മാത്സും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഒറ്റ ദിവസത്തെ ഗ്യാപ്പ് പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ടൈം ടേബിൾ വരുമ്പോൾ. ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. നിങ്ങൾ ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കും, വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി ഏതൊക്കെ ദിവസങ്ങളിൽ പഠിച്ചു തീർക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടാക്കുക. മക്കളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എക്സാം ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് അല്ലേ? നിങ്ങൾ എങ്ങോട്ട് പോകണം തീരുമാനിക്കും. തന്നെ എക്സാം എക്സ്പെക്ട് ചെയ്ത് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കുക. 10 ദിവസം മുന്നേ ടൈം ടേബിൾ വരത്തുള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യരുത് മക്കളെ. കാരണം നിങ്ങൾക്ക് അതിനുശേഷം ഉടനെ തന്നെ പ്രാക്ടിക്കൽ എക്സാം, അതിന്റെ മോഡലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പ്രാക്ടിക്കലായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ അവൈലബിൾ ആയിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക.